എന്താ മോനെ? ചെറുപ്പത്തിൽ എന്നെ പഠിപ്പിച്ചത് ഓർമ്മണ്ട? ഇല്ല. പഠിക്കാൻ കൊല്ലും കൂടെ ഒന്ന് പുറത്തോട്ട് വരട്ടെ. ഞാനേ അങ്ങാട്ട് നോക്കിക്ക. നീ ജസ്റ്റ് ഒന്ന് ചേട്ടാന്ന് വിളിച്ച്. മൂത്തലെടുക്കാണ് പന്നി. ആശാനെ ആശാനെ എന്റെ മക്കളുടെ 2 പാട്ട് സെറ്റ് ചെയ്ത് പാട്ടാണോ ഇതിപ്പോ ശരിയാ? നീയും ഫുൾ ടൈം ഫേസ്ബുക്കിലാണല്ലോ. നീ ആ കനികാമേനെ സ്വയം കൊടുക്കണുണ്ടാ? കൊടുക്കാൻ പറ്റില്ല എന്നുള്ള വിഷമുണ്ടാവും. അതെല്ലേ കനികാമേനൊന്നാ വിളിക്കണത്. അതിന് നീ കനികാമേനെ നേരിട്ട് കണ്ടുണ്ടോ? ഇല്ല. അന്നാ ഇപ്പൊ കണ്ടു. ഞാൻ തന്നെയാടാ. എന്റെ സ്കൂളിൽ ചെന്നപ്പോ അവിടെ പിള്ളേരെല്ലാം കൂടി എന്നോട് വന്ന് വെച്ച് റീൽസിലൊക്കെ വന്നിരുന്ന അങ്കിളല്ലേ ഇങ്ങനെ നാണോ വരുന്ന അച്ഛനും നാണാവൂല്ലേ? ഈ നാടിന്റെ കുലശ്രീ, ഈ വികസന കുലശ്രീ, ഇതുവരെ കേൾക്കാത്ത കഥറി വിലീന ചിമ്മാത്ത തകമേ. അതെല്ലേ. ഹായ്, ഹലോ, നമസ്കാരം. എല്ലാവർക്കും ഇൻഫ്രേ മീഡിയയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളുടെ ഒപ്പം കൂടെ എത്തിയിരിക്കുന്നത് ആകാശ് ആൻഡ് ഫാമിലിയാണ്. ആകാശ് ആൻഡ് ഫാമിലിയൊക്കെ ഇൻഫ്രേ മീഡിയയിലേക്ക് സ്വാഗതം ചെയ്യാം. ആകാശ് ആൻഡ് ഫാമിലി, വെൽക്കം ടു ഇൻഫ്രേ മീഡിയ. ഇപ്പൊ പറയുമ്പോ 2ാമത്തെ പ്രാവശ്യമാണ് നമ്മൾ കണ്ടുപോകുന്നതല്ലേ സ്ഥിരം സ്പോട്ടില്. ആദ്യം നമുക്കൊരു ടെക്നിക്കൽ ഇറങ്ങി പറ്റിയതുകൊണ്ടാണ്. സാറില്ല. അപ്പൊ എന്തായാലും ഞാൻ അടിച്ചു പൊളിച്ച് ഇന്നത്തെ എപ്പിസോഡ് മുമ്പോട്ട് കൊണ്ടുപോകും. എന്താണ് പുതിയ വിശേഷം? എല്ലാ വിശേഷമാണ്. എല്ലാ ദിവസം പോലെ. അതെ, എല്ലാ ദിവസത്തെ പോലെ. ഇന്ന് വാലന്റൈൻസ് ഡേ കൂടിയാണ്. സ്പെഷ്യലായിട്ട് പൂക്കൾ എന്തെങ്കിലും കൊടുക്കാൻ പറ്റില്ല എന്നുള്ള വിഷമുണ്ടാവും. അതെല്ലേ. അച്ഛനമ്മയ്ക്ക് എന്തെങ്കിലും പൂവോ ഗിഫ്റ്റോ എന്തെങ്കിലും കരുതി വെച്ചിട്ടുണ്ടോ സർപ്രൈസ് ആയിട്ട്? ഒന്നും വെച്ചിട്ടില്ല. എന്നാലും അമ്മ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നോ? അച്ഛൻ്റെ അതെ അതെ. ഇതിനു മുന്നേ എന്തെങ്കിലും ഗിഫ്റ്റ് ഒക്കെ കിട്ടിയിട്ടുണ്ടോ? ഗിഫ്റ്റ് അങ്ങനെയൊന്നുമില്ല. അങ്ങനെയൊന്നുമില്ല അല്ലെ. ആകാശിനോട് ചോദിച്ചാലോ, ആർക്കെങ്കിലും ഗിഫ്റ്റോ പൂക്കളോ എന്തെങ്കിലും കൊടുത്തിട്ടുണ്ടോ? ഇതിൽ കിട്ടിയിട്ടുണ്ടോ? എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടോ? കിട്ടിയിട്ടില്ല. അഭിനന്ദനം ഒന്നുമില്ല. റീൽസിൽ കണ്ടത് മാത്രമേ ഉള്ളൂ അല്ലെ, കൊടുക്കലും വാങ്ങലും. അതത്രേ ഉള്ളൂ. ഓക്കെ, റീൽസിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. ആകാശേ, നമ്മളിപ്പോ കണ്ടിട്ടുണ്ട് കുറെ പേര് റീൽസ് ചെയ്യുന്നവരുണ്ട്, ഫാമിലി എല്ലാവരും. അപ്പൊ അമ്മൂമ്മേനെ കണ്ട് റീൽസ് ചെയ്യണം ഞാൻ ആകാശിലൂടെയാണ് കണ്ടിരിക്കുന്നത്. എങ്ങനെയാണ് ഇങ്ങനെ ഒരു ഓൺ കണ്ടന്റ് ചെയ്യാന്ന് തോന്നി തുടങ്ങിയത്? കോളേജൊക്കെ കഴിഞ്ഞ് ഇരിക്കുന്ന ടൈമിലാണ് ചെയ്തു തുടങ്ങിയത്. എന്റെ കൂട്ടുകാരനാണ് നന്ദു എന്ന് പറഞ്ഞു, ഇടുക്കിയിലുള്ള. അവൻ വന്നിട്ടാണ് ചെയ്ത് തുടങ്ങുന്നത് 2ാമത്. എന്നുവെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു കോളേജിൽ പോയ ടൈം ആയത് കാരണം ഇടക്കിടക്ക് സ്റ്റോപ്പ് ചെയ്ത് ചെയ്തോണ്ടിരുന്ന. അപ്പൊ റീച്ച് അങ്ങാട് വന്നിട്ടുണ്ടായിരുന്നില്ല. പിന്നെ മറ്റേ ഈ പുറത്തുള്ള കണ്ടന്റ് ഇല്ല, വെച്ചിട്ടുണ്ടെങ്കിൽ ഒരാൾ ചെയ്ത സാധനം റീഡപ്പ് ചെയ്ത് അങ്ങനെ ചെയ്തോണ്ടിരുന്ന. അപ്പൊ അത് കഴിഞ്ഞിട്ട് അവൻ വന്നിട്ടാണ് വീണ്ടും സ്റ്റാർട്ട് ചെയ്യണത്. പിന്നെ അതങ്ങനെ കണ്ടിന്യൂസ്ലി ഇങ്ങനെ ചെയ്ത് പിന്നെ കൂട്ടുകാരനൊക്കെ അബിൽ എന്ന് പറഞ്ഞ കൂട്ടുകാരനുണ്ട്, പിന്നെ അതുല് ഉണ്ണിക്കുട്ടൻ എന്നാ വിളിക്കണം, അവനൊക്കെ വരും. പിന്നെ ആരാധന, അവരൊക്കെ വരും. എല്ലാരും കൂടി ഒന്ന് ചെയ്യും. പിന്നെ അത് കഴിഞ്ഞിട്ടാണ് പയ്യെ ഫാമിലിയിലേക്ക് വന്നത്. ചെറിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കി, വർക്കാവോ ഇല്ലേ എന്ന് പറഞ്ഞ് ട്രൈ ചെയ്ത് നോക്കിയപ്പോ കുഴപ്പമില്ല, എല്ലാരും അത്യാവശ്യം അടിപൊളിയായിട്ട് ചെയ്യുന്നു. പിന്നെ ഇവരെ കിട്ടാണ്ടാവുന്ന ടൈമില് ഞാൻ അച്ഛനെ അമ്മനെ അമ്മാമ്മനെ അനിയനെ വെച്ചിട്ട്. അതെ. ഇപ്പൊ ഈ ഫാമിലിയിലേക്ക് ഇങ്ങനെ ഫാമിലിനെ കൂടെ കൂട്ടാൻ തോന്നിയല്ലോ. അപ്പൊ ഇങ്ങനെ ആദ്യമേ ആകാശ് എന്ന് പറയാണ്, ഇങ്ങനെ ഒരു കോൺസെപ്റ്റ് ഉണ്ട്, നമുക്ക് ഇങ്ങനെ ചെയ്യാം എന്ന് പറഞ്ഞപ്പോ ആദ്യം അമ്മയും അച്ഛനൊക്കെ എന്താ പറഞ്ഞത്? ചെയ്യാന്ന് പറഞ്ഞു. അത്ര സപ്പോർട്ടാണല്ലേ? സപ്പോർട്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവര് ഒരിക്കലും അങ്ങനെയൊന്നും പറയൂല. ചെയ്യാം. അമ്മയായാലും അമ്മ എപ്പോഴും പറയും ചെയ്യണ്ടേ, അടുത്ത അങ്ങനെ പറയും. എപ്പോഴും പറയും. അച്ഛനായാലും അമ്മാമ്മയായാലും എപ്പോഴും പറയും. പക്ഷെ ഞാൻ കേട്ടിരിക്കുന്ന ഒരു കാര്യം, ഒരാൾക്ക് റീൽ എടുക്കാൻ വിളിച്ചു കഴിഞ്ഞാൽ വരാൻ കുറച്ച് ബുദ്ധിമുട്ടാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ആണല്ലേ? എന്താണ് അഭിനന്ദി പറയാനുള്ളത് ഇതിനെ കുറിച്ച്?
അങ്ങനെ ബുദ്ധിമുട്ടുണ്ടോ വിളിച്ചാ വരാനായിട്ട്? അതെ അല്ലേ? അതെ അതെ. സ്കൂളിൽ എന്താ പഠിക്കുന്നത്? കൊമേഴ്സ് +1 ആണല്ലേ? ഓക്കെ. അമ്മയുടെ ഒരു ഫാൻ ഗേൾ ആട്ടോ ഞാൻ. എനിക്ക് അമ്മയുടെ സീരീസ് ഭയങ്കര ഇഷ്ടമാണ്. അമ്മ ഇപ്പൊ ആകാശ് ഇങ്ങനെ വന്ന് പറയാണ് അമ്മ ഇങ്ങനെ ഒരു കൺസെപ്റ്റ് ഉണ്ട് നമുക്ക് ചെയ്യാന്ന് പറയുമ്പോ അമ്മയാണ് ആദ്യം ഓക്കെ നമുക്ക് ചെയ്യാം എന്ന് പറയുന്നത്. അപ്പൊ ഇതിന്റെ പ്രാക്ടീസും കാര്യങ്ങളും ഒക്കെ എങ്ങനെയാ? പ്രാക്ടീസ് എന്ന് പറയുമ്പോ അവൻ പറയും അമ്മച്ചി ഇങ്ങനെ ചെയ്യണോന്ന് പറയും. അപ്പൊ ഞാൻ അവൻ കാണിച്ചു തരും. അപ്പൊ കാണിച്ചു തരുമ്പോ എനിക്ക് അങ്ങനെ അതേപോലെ ചെയ്യും ഞാൻ. അങ്ങനെയാണ് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ഉള്ളിലൊരു ഇതുണ്ടല്ലോ അത് ചെയ്യണോന്ന് ആഗ്രഹമുണ്ട് എനിക്ക്. അപ്പൊ അവൻ എത്രത്തോളം മുന്നോട്ട് പോകണമെന്ന് പറയാൻ നമ്മൾ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അത്രയും നല്ലതല്ലേ. അതാണ് ഞാൻ അവനെ എപ്പോഴും സപ്പോർട്ട് ചെയ്തോണ്ടിരിക്കും. ഇപ്പൊ തന്നെ വാലന്റൈൻസ് ഡേയുടെ ചെയ്യാൻ പറ്റാഞ്ഞിട്ട് എനിക്കൊരു ഇതുണ്ട്, സങ്കടമുണ്ട്. അച്ഛനെ ഞാൻ കാണുമ്പോ കുറച്ച് ഹാർഡായിട്ട് അല്ലെങ്കിൽ ഇച്ചിരി മസിലൊക്കെ പിടിച്ചിരിക്കുന്ന പോലെ എനിക്ക് തോന്നുന്നുണ്ട്. റീൽസ് നമ്മള് കാണുമ്പോൾ തിരിച്ചാണ്. എങ്ങനെയാണ് അച്ഛ? വളരെ സന്തോഷമുണ്ട് ഇങ്ങനെ ഒരു കൺസെപ്റ്റ് ചെയ്യുന്നതിൽ. പക്ഷെ ഇവൻ എന്നോട് വന്ന് പറയും വെച്ചാൽ നമുക്കൊരു കണ്ടന്റ് ഉണ്ട്, അപ്പൊ നമുക്കത് ചെയ്താലോ എന്ന് ചോദിക്കുമ്പോൾ അതിനെന്താ ഞാൻ പറയും എന്തായാലും കോസ്റ്റ്യൂം പറയും, ഒരു ഷർട്ടും ഒരു പിന്നെ അല്ലെങ്കിൽ ഒരു മുണ്ട്, ഒരു ഷർട്ട്, പാന്റ് അങ്ങനെയുള്ളതൊക്കെ പറയും. അപ്പൊ തന്നെ ഞാൻ ഡ്രസ് പോലെ വരും. എന്നിട്ട് എന്നോടൊന്നും ഇത് പറയും, എന്നിട്ട് ആ ഡയലോഗൊക്കെ പറഞ്ഞു തരും. ചിലപ്പോ ഒരു 5 പ്രാവശ്യം 6 പ്രാവശ്യം പോകും. എന്നാലും കുഴപ്പമില്ല. 11, 12 മണിയായാലും 2 മണിയായാലും ആ നേരം വരെ നമ്മളത് ചെയ്ത് തീർത്തിട്ട് പോവാറുണ്ട്. ഇപ്പൊ ജോലിയൊക്കെ കഴിഞ്ഞ് വന്നിട്ടിരിക്കുന്ന സമയം എന്ന് പറഞ്ഞാൽ 6 മണി 7 മണി 8 മണിയൊക്കെ ആവും. ഇപ്പൊ രാത്രിയിലാണോ റീലൊക്കെ എടുക്കുന്നത്? അപ്പൊ ഏറ്റവും കൂടുതൽ ഇവിടെ ടേക്ക് പോണ ആർക്കാ? മിണ്ടാതിരിക്കുക. അമ്മമ്മ എങ്ങനെ ഈ റീലിലേക്ക് വന്നത്? ഒരു ദിവസം കണ്ണൻ ഇങ്ങനെ എന്നോട് ചോദിച്ചേ ആ മോളി ചേച്ചിയോട് റീൽ എടുക്കാനായിട്ട് നമുക്ക് പറ്റുമെന്ന് ചോദിച്ചപ്പോ ഞാൻ പറഞ്ഞ് തന്നിട്ടുണ്ടെങ്കിൽ അതേപോലെ ചെയ്യാന്ന്. അങ്ങനെ ചട്ടയും ഉണ്ട് നമ്മുടെ അമരത് ആന്റണിയിലെ ചട്ടയും ഉണ്ടും. അപ്പൊ എന്റെ അടുത്തൊരു മാല ഉണ്ടായിരുന്നു, കൊന്ത. ഈ മാല കൂടി വെച്ചു എന്നിട്ട് ആ കൊന്തയിട്ടണ്ടിരുന്ന് പോരായി 2-3 പ്രാവശ്യം പറഞ്ഞത് അങ്ങനെയൊക്കെ ചെയ്തു. പിന്നെ അതങ്ങോട്ട് അടിച്ചു കയറി. അതെ, കൊറേ വ്യൂസ് കിട്ടിയായിരുന്നു. കുഴപ്പമില്ലാണ്ട് കിട്ടിയത് അധികം കേട്ടിട്ടുണ്ടെങ്കിൽ ആ ഒരു സ്റ്റാർട്ടിങ്. പക്ഷെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട്. ഞങ്ങളുടെ അവിടെ ഉള്ള ആൾക്കാരെല്ലാരും അമ്മാവനിപ്പൊ ആ പേരും പറഞ്ഞ വിളിക്കണത്. അങ്ങനെ അത് അപ്പൊ അമ്മമ്മ എങ്ങനെയൊക്കെ കേൾക്കുമ്പോ എന്താ തോന്നുന്നത്? ഇങ്ങനെ കൊച്ചുമക്കളിലൂടെ ഇങ്ങനെ പുറമെ അറിയപ്പെടാനായിട്ട് സാധിച്ചതിൽ വലിയ സന്തോഷല്ലേ? ഒരാൾ എന്നോടൊന്നും ചോദിക്കില്ലെന്നും പറഞ്ഞുകൂടി ഇരിക്കുന്നു. അഭിനന്ദ് ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ റീൽസ് എടുക്കാൻ ഭയങ്കര മടിയുള്ള ആളാണ്. പക്ഷെ കണ്ട റീൽസിലൊക്കെ ഭയങ്കര എനർജറ്റിക് ആയിട്ട് ഭയങ്കര അടിപൊളിയായിട്ടാണ് അഭിനന്ദ് ചെയ്യുന്നത്. എങ്ങനെയാണ് സ്കൂളില് ഫാൻ ഗേൾസ് ഒക്കെ ഉണ്ടോ? കൂടുതൽ ചേട്ടനാണല്ലേ? സ്കൂളില് സപ്പോർട്ടാണ്. ഇങ്ങനെ ഒരു റീൽസ് ചെയ്യുന്ന ഒരു ഫാമിലി എന്നുള്ളൊരു കുട്ടിയാണെന്ന് അറിയുമ്പോ അല്ലെങ്കിൽ എങ്ങനെയാ എല്ലാവരും പെരുമാറുന്നത്? മറ്റു ക്ലാസ്സിലെ കുട്ടികളൊക്കെ വന്ന് പറയൂലേ എടി അത് ആ റീലില് കണ്ട ചേട്ടനല്ലേ എന്നൊക്കെ പറയൂലേ? അതെല്ലേ? അങ്ങനെയൊക്കെ ചോദിക്കുമ്പോ എന്താ തോന്നാറ്? സന്തോഷല്ലേ? നമ്മളെ തിരിച്ചറിയുന്നുണ്ടല്ലോ അല്ലേ? അമ്മ നേരത്തെ വന്നപ്പോ എന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനെ പൂവിട്ട് പൂജിക്കണം ഒരാളെ കൊണ്ടുവരുന്നത്. അപ്പൊ ഇങ്ങനെ അമ്മ ചെന്നിട്ട് വിളിക്കുകയൊക്കെ ചെയ്യുമല്ലോ, എടാ വാട റീൽസ് എടുക്കാടാ. അങ്ങനെ അമ്മയുടെ കൺസെപ്റ്റില് വന്ന് എന്തെങ്കിലും വീഡിയോസ് ഉണ്ടോ? ഉണ്ട്. ഞാൻ പറയൂ എന്റെ അടുത്ത് ഇങ്ങനെ നമുക്ക് ഇങ്ങനെ ചെയ്താലാ കൊറേന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്റെ ഇതും വ്യൂവും അവന്റെ വ്യൂവും വ്യത്യാസം ഉണ്ടാവില്ല. എന്ന് വെച്ചാൽ നമ്മള് ഇത്തിരി ഏജ്ഡ് ആവും, ഇവൻ ഇതിന്റെ യങ് ആയിട്ടുള്ളവര് ആ ഒരു രീതിയിലായിരിക്കും ഇവൻ പറയുന്നത്. ഞാൻ എന്ന് പറയുമ്പോ എന്റെ രീതിയിൽ പറയും. അപ്പൊ ഇവര് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻസ്റ്റയില് കൂടുതലും അങ്ങനെയുള്ള കണ്ടന്റുകള് കുറവാണ്. അപ്പൊ അത് അത്രത്തോളം വിജയിക്കുമെന്ന് അറിയാൻ പാടില്ല മിച്ചി എന്ന് പറയും. അപ്പൊ ഞാൻ പറയും എനിക്ക് ഇഷ്ടമുള്ളത് ഞാൻ പറയും. ചെയ്തിട്ടുള്ളതുണ്ടോ? ചെയ്തിട്ടുള്ളത് ഉണ്ട്. മറ്റേ ഇതൊന്നാണ് മറ്റേ ഡാൻസ് കളിക്കുന്ന ആ ഒരു പട്ടില്ലേ
ഹസ്കി ആ ഹസ്കിന്റെ അതിന്റെ കുറച്ച് ഫസ്റ്റ് ഞാൻ പറഞ്ഞ ഇതാണ്. ആണല്ലേ? ബാക്കി ഒരിടയ്ക്ക് ട്രെൻഡിങ് ആയി നിന്ന് ആ ഒരു ഹസ്കി പറ്റിയത്. ഹസ്കി ഡാൻസിന്റെ ഓക്കെ. അതുപോലെ തന്നെ നമ്മൾ ഈ കാലഘട്ടത്തിനനുസരിച്ച് അല്ലെങ്കിൽ സമയത്തിനനുസരിച്ച് ഇറങ്ങുന്ന കോൺസെപ്റ്റുകളാണ് നിങ്ങളുടേത്. ഇപ്പൊ ബാബുസ്വാമി ആണെങ്കിലും മറ്റേ ഇലക്ഷൻ ടൈമില് കുലശ്രീ ആണെങ്കിലും അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അതാണ് ഐഡിയ. എല്ലാത്തിന്റെ ഒരു സോഴ്സ് ആകാശാണോ? ആകാശാണ്. എങ്ങനെ കുലശ്രീയിലേക്ക് എത്തി? മറ്റേ പാട്ട് അത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ആ ഇലക്ഷൻ ടൈമില് എല്ലാരും വന്നിട്ട് ഇതേപോലെ ഇലക്ഷൻ വന്ന് വോട്ട് ചെയ്യുക അങ്ങനെ. അപ്പൊ ഈ ചോദിക്കുന്ന ടൈമിലും ഇതിൽ എല്ലാ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പാട്ടും അതിന്റെ ഒപ്പം ഇവര് ഇട്ടൊന്നും പോവില്ല. ഞാൻ അങ്ങനെ ആലോചിക്കുന്നു, ഇത് കൊള്ളാല്ല, ഒരു കണ്ടന്റ് ഇറക്കിയാല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തമാശ രീതിയിൽ ഇറക്കിയാല എന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണ് ഇതിലോട്ട് വന്നത്. അപ്പൊ എന്റെ വല്യച്ഛനല്ലേ അമ്മയുടെ ഒരു സ്റ്റുഡിയോ ഇട്ടുണ്ട്. അപ്പൊ മ്യൂസിക്കും കാര്യങ്ങളൊക്കെ അവിടെയാണ് ചെയ്യണം. അപ്പൊ ഞാൻ ചോദിച്ചു ഇങ്ങനെ ഒരു വീഡിയോ കോൺസെപ്റ്റ് ഉണ്ട്, അപ്പൊ ഒന്ന് ചെയ്തോട്ടെ എന്ന് പറഞ്ഞു. നിങ്ങളെടുത്തോ, ഒരു കുഴപ്പമില്ല പറഞ്ഞിട്ട് പിന്നെ അവിടെ നിന്നിട്ടാണ് ഈ വരിയൊക്കെ എഴുതിയത്. ഞാൻ അച്ഛനും കൂടി അവിടെ ചെന്നിട്ട് വരിയൊക്കെ എഴുതി ഇതാക്കി എന്നിട്ടാണ് അത് ചെയ്യണം. 3 പാട്ട് ഒരു കണക്കിന് 3 പാട്ട് കണ്ടുപിടിച്ചത്. ലാസ്റ്റ് ആ കുലസ്ത്രീ എന്തായാലും ആ ടൈമിന് ട്രെൻഡിങ് ആയിരുന്നു. കുലസ്ത്രീ ട്രെൻഡിങ് ആയിരുന്നു, ഈ പറഞ്ഞ സാധനം ട്രെൻഡിങ് ആയിരുന്നു. അപ്പൊ അത് ലാസ്റ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും. അങ്ങനെയാണ് ആ പാട്ടിലോട്ട്. അതിലെനിക്ക് അച്ഛന്റെ കോസ്റ്റ്യൂം ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. ആ തുടക്കത്തിലോട്ട് ഈ കോസ്റ്റ്യൂം കാര്യങ്ങളൊക്കെ ആണോ? പണ്ടത്തെ ആൾക്കാർ അങ്ങനത്തെ ഒരു രീതിയായിരിക്കും. മറ്റേ ബാർബറ ആ ഒരു ഇതാണ് ഞാൻ ഉദ്ദേശിച്ചത്. ആ കോസ്റ്റ്യൂം കൊടുത്തു. അതെനിക്ക് ഭയങ്കര ഇഷ്ടമായി. ആ ഒരു നോട്ടം ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ അന്ന് അവിടെ വാർഡിൽ നിക്കണ ഒരു പെൺകുട്ടി ഇവന്റെ അടുത്ത് ഇത് ചെയ്യാൻ പറയാം, അവരുടെ ഇലക്ഷൻ പ്രചരണത്തിന്റെ കാര്യങ്ങളൊക്കെ ചെയ്യാനൊക്കെ പറഞ്ഞിരുന്നു. അപ്പൊ ഞങ്ങളിങ്ങനെ പോണേണെന്ന് പറഞ്ഞു. അപ്പൊ ദൈവമേ ഞങ്ങളെ കളിയാക്കാൻ ഞങ്ങളെ വല്ല ഇതിൽ പെട്ടിട്ടുണ്ടാന്ന് ചോദിച്ചാ ഇല്ല അങ്ങനെ ഒന്നുമില്ലാന്ന് പറഞ്ഞു. അങ്ങനെ അപ്പൊ അവർക്കൊരു ഇതാണ് വെച്ചിട്ടുണ്ടെങ്കിൽ അവരുടെയൊക്കെ ഒരു ഇതാക്കണ ആ ഒരു ഇത് ആയിരുന്നു അവർക്ക്. അവർ അങ്ങനെ ഒന്നുമില്ല എന്ന് പറഞ്ഞു. നമ്മ ആരെയും വ്രണപ്പെടുത്തരുതല്ല. അതെ അതെ. ഇപ്പൊ എത്ര നാളായിട്ടുണ്ടായിരിക്കും ഇങ്ങനെ റീൽസും കാര്യങ്ങളൊക്കെ ആയിട്ട് മുമ്പോട്ട് പോകുന്നു? ഒരു വർഷമായിട്ടുണ്ടാവും. അതില് ഒരു വർഷത്തെ കൂടുതലായി അല്ലേ? ഓക്കെ. ഇപ്പൊ കോളേജ് ടൈമില് നമ്മളിങ്ങനെ ഈ എന്താ പറയാ ടിക്ടോക്ക് പോലത്തെ കാര്യങ്ങളായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. പിന്നീടാണ് ഓൺ കണ്ടന്റിലേക്ക് വന്നത്. അതില് ഞാൻ പറയുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ അടിച്ചു കയറിയത് ആ ടൈമില് മറ്റേ തേരാപ്പാര ലോലന്റെ ഫാൻ്റെ സാധനമായിരുന്നു. അപ്പൊ അങ്ങനെ ഒരു കോൺസെപ്റ്റിലേക്ക് എത്താൻ തോന്നിയത് എങ്ങനെ? അത് ടിക്ടോക്ക് ചെയ്യണ സമയത്ത് ഇങ്ങനത്തെ സാധനങ്ങളാണല്ലോ മെയിനായിട്ട് വന്നോണ്ടിരുന്നത്. അപ്പൊ അത് തന്നെ എടുത്ത് ഇൻസ്റ്റയിൽ എടുത്ത് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് നേരത്തെ ഒരാൾ ചെയ്ത് വർക്കാക്കിയേക്കുന്ന സാധനം. അപ്പൊ അത് ഇൻസ്റ്റയിൽ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും കയറും. അപ്പൊ അത് ഒരു റിയൽ ലൈഫായിട്ട് ഇതാക്കിയിട്ട് അവരെ ഓഡിയോ എടുത്ത് ഞങ്ങൾ ഒറിജിനലായിട്ട് ചെയ്യണ പോലെ ചെയ്തു. കത്തി അങ്ങനെ കത്തുന്ന് പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു. ഈ പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളാണല്ലേ നടക്കുന്നത് ഭയങ്കര രീതിയിൽ. അങ്ങനെ പ്രതീക്ഷിക്കാതെ ചെയ്തൊരു കണ്ടന്റ് അടിച്ചു കയറിയ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടോ? അങ്ങനത്തെ കണ്ടന്റ് എന്ന് പറഞ്ഞാൽ കുറെ ഉണ്ട്, അത്യാവശ്യം കുറെ ഉണ്ട്. ഒരെണ്ണം മറ്റേ വഴി ചോദിക്കണത്, മറ്റേ വളപ്പിലോട്ടുള്ള അത് ഞാൻ ആദ്യം കയറുമെന്ന് വിചാരിച്ചില്ല. അത് കേറി 2-3 കണ്ടന്റുകളൊക്കെ ഉണ്ട്. അതല്ല അമ്മമ്മ എന്താ പറയാനുള്ള കൊച്ചുമക്കളെ കുറിച്ചും മരുമകളല്ല മകളെ കുറിച്ചും മകനെ കുറിച്ചും? കൊച്ചുമക്കളാണെങ്കിലും 2 പേരും ഓരോ അയാമത് ഇങ്ങനെ ചെയ്യണോട്ടാന്ന് പറഞ്ഞാൽ ചെയ്യാടാന്ന് പറയും, ചെയ്യൂലെന്ന് പറയില്ല. എനിക്ക് ഇഷ്ടമാണ്. ഞാൻ ആകാശിനെ നേരത്തെ കാണുന്നത് 1 വർഷമായി അല്ലേടാ. കഴിഞ്ഞ ഏപ്രിലാണ് ഒരു ഫോട്ടോഷൂട്ടിന് വന്നപ്പോ ദേവിക വഴിയാണ് പരിചയപ്പെട്ടത്. അപ്പൊ എന്റെ അടുത്ത് ദേവിക പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ ഈ കഥ നേരത്തെ പറഞ്ഞിട്ടുള്ള ദേവിക പറഞ്ഞു ഒരു റീൽസ് ഒക്കെ ചെയ്യുന്ന ഒരാളാണ്, മെയിൻ ആണെന്നൊക്കെ പറഞ്ഞാൽ ഞാൻ വിചാരിച്ചു ഈശ്വര ജാടയായിരിക്കും, ഭയങ്കര സാധനമായിരിക്കും എന്ന് വിചാരിച്ച് സംസാരിച്ച ആളൊരു പാവം കേട്ടോ. നല്ല രസം ഉണ്ടായിരുന്നു സംസാരിക്കാൻ. അപ്പൊ വന്ന ടൈമില്
ഇവനെനിക്ക് കുറെ ഫോട്ടോ എടുത്തത്. അത് ചോദിക്കാൻ വേണ്ടി ഇഷ്ടം പോലെ ഇവന്റെ പുറകെ വിഷുവിന് തരാന്ന് പറഞ്ഞ ഫോട്ടോ. വിഷുവിന് 5 ദിവസം മുമ്പ് അല്ലേടാ, April 10 ഞാൻ ഡേറ്റ് ഓർക്കുന്നുണ്ട്. അതിനുശേഷം ഒരു വിഷുവിന്റെ തലേ ദിവസമാണ് എനിക്ക് ഫോട്ടോ ഇരുന്നത്. അങ്ങനെ അത് പിന്നെ എല്ലാ ഫോട്ടോഗ്രാഫേഴ്സും അങ്ങനെയാ അല്ലേ ആകാശേ? അതെ. എന്റെ അടുത്ത് കിട്ടിക്കഴിഞ്ഞാ ഞാൻ വർക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് നടക്കാൻ ഞാൻ അതിന്റെ പുറകെ നടക്കേണ്ടി വരും. അപ്പൊ ഇതും കൂടി ചെയ്യാനായിട്ടുള്ള ഗ്യാപ്പ് കിട്ടൂല. ഇപ്പൊ എങ്ങനെയാ നാട്ടിലൊക്കെ റീൽസ് ഒക്കെ ചെയ്ത് കുറച്ച് മെയിൻ ആണല്ലോ എല്ലാവരും. അച്ഛാ മറ്റേ വർക്ക് പ്ലേസിൽ ചെല്ലുമ്പോ എങ്ങനെയാ ആൾക്കാർ തിരിച്ചറിയാറൊക്കെ ഇല്ലേ? തിരിച്ചറിയാറുണ്ട്. ചില സമയങ്ങളൊക്കെ ചെല്ലുമ്പോൾ എന്നോട് ചോദിക്കാറുണ്ട്, പിന്നെ ഞാൻ എവിടെ കണ്ടിട്ടുണ്ടല്ലോ എന്നൊക്കെ ചോദിക്കുന്നുള്ളൂ. അപ്പൊ ഞാനിപ്പോ ഈ കാര്യങ്ങളൊന്നും പറയാറില്ല, ചില കാര്യങ്ങളൊന്നും പറയാം. നമ്മൾ എവിടെയെങ്കിലും വെച്ച് കണ്ടിട്ടുണ്ടാവും. അത് കുറച്ചേരം കഴിയുമ്പോൾ അവർക്ക് ഇങ്ങനെ കത്തുമ്പോൾ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഉള്ളതല്ലേ ഇങ്ങനെ അപ്പോഴാണ് അങ്ങനെ ചോദിക്കാറുണ്ട്. മിക്കവരും ചോദിക്കും. അപ്പോഴാണ് ഞാനും പറയും ഞാൻ റീൽസ് ഒക്കെ ചെയ്യാറുണ്ട്. അതേപോലെ സ്ഥലത്ത് ഒരു കടയിൽ ചെന്നപ്പോൾ എന്നോട് പെട്ടെന്ന് നിങ്ങൾ ഒരു പുള്ളി വെച്ച് ചേട്ടൻ ഷോർട്ട് ഫിലിമൊക്കെ അഭിനയിക്കുന്നതല്ലേ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ അങ്ങനെ മിക്കവരും ഇപ്പൊ എല്ലാവരും ചെല്ലുമ്പോ ചോദിക്കും. എന്റെ സ്കൂളിൽ ചെന്നപ്പോ അവിടെ പിള്ളേരെല്ലാം കൂടി എന്നോട് വന്നിട്ട് റീൽസിലൊക്കെ വന്നിരിക്കുന്ന അങ്കിളല്ലേ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. സ്കൂളിൽ ചെന്നപ്പോ എന്നോട് ചോദിച്ചവര് പിള്ളേരൊക്കെ ചോദിച്ചു. അത് മിക്കവരും ഇപ്പൊ അറിഞ്ഞ് പിള്ളേരൊക്കെ ബാറ്റ്മാൻ തേങ്ങ പൊതിക്കുന്ന റീലിനെ കാണാറുന്നില്ലേ? അതല്ലാതെ വേറെ ബാറ്റ്മാൻ അല്ലേ? എവിടെ പോകണമെന്ന് എന്തോ ചോദിക്കുന്ന പുറത്തേക്ക്. അച്ഛന്റെ പേരല്ലേ ബാറ്റ്മാനോ? ഓണത്തിന് മറ്റേ അപ്പൊ ആരും ഉണ്ടായില്ല, ഇങ്ങനെ ആദ്യം ആളില്ലായിരുന്നു. ഞാൻ പെട്ടെന്ന് എന്നോട് പറഞ്ഞു നിനക്ക് ആ ബാറ്റ്മാനായിട്ട് ഒന്ന് ചെല്ലാൻ പറ്റുന്നത്. പെട്ടെന്ന് ഞങ്ങൾ വേഷം ഇവർക്ക് ഭയങ്കര എന്ന് വെച്ചാൽ ഓണമല്ല, ഞങ്ങൾ തൊട്ട് ഗ്രൗണ്ട് ഉണ്ട്, അവിടെ നിന്ന് പരിപാടി നടന്നത്. ഞാൻ പെട്ടെന്ന് എനിക്ക് ആ സമയത്ത് നാളൊന്നും തോന്നില്ല. സപ്പോർട്ട് ചെയ്തില്ല. ഞാൻ ഇവര് എന്നെ സപ്പോർട്ട് ചെയ്തു. ഞാൻ തിരിച്ച് അവിടുന്ന് ഒന്ന് റൗണ്ട് അടിച്ച് വന്നു. കുറച്ച് കഴിയുമ്പോ പ്രൈസ് വിളിച്ചു വന്ന എന്റെ അനിയനായിരുന്നു ഫസ്റ്റ് പ്രൈസ്, എനിക്ക് സെക്കൻഡ് പ്രൈസ്. അനിയനൊരു ഹാർമോണിയൊക്കെ പാട്ടുപാടി. അത് അവിടെ ഒരു അമ്മയുടെ ഒരു അനിയത്തിയുണ്ട് ചിറ്റ വന്നിട്ട് വീട്ടിൽ കൊണ്ട് നമുക്ക് ചേർന്ന് തന്നെ അനിയനെ വിളിച്ച്. പിന്നെ ചിത്ര മോന്റെ വെച്ചുണ്ട്, അതിനെയും വിളിച്ച് അവരങ്ങനെ പറഞ്ഞു. കാരണം എന്റെ ഫസ്റ്റ് പ്രൈസ് പോയി. അവരെ പ്രതീക്ഷിക്കാതെ കിട്ടിയത് ഫസ്റ്റ് പ്രൈസ് ആയിരുന്നല്ലേ? ഫസ്റ്റ് പ്രൈസ് മേടിച്ച് വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോ ആകാശൊക്കെ എന്താ പറഞ്ഞു? പിന്നെ അന്ന് തന്നെ അനിയന് ലളിതാന മത്സരം ഉണ്ടായിരുന്നു, അവൻ ഫസ്റ്റ് ആയിരുന്നു. അനിയന് ഫസ്റ്റ് ആയിരുന്നു. സ്പോൺസർ ചെയ്തത് ഞാനാണ്. കലാകുടുംബമാണ്. ഇപ്പൊ പറയുകയാണെങ്കില് ചെറുപ്പം മുതലേ അച്ഛനിങ്ങനെ നാടകങ്ങളിലൂടെ അഭിനയിച്ച് പാട്ട്. ചെറുപ്പം എന്ന് പറഞ്ഞാൽ എന്റെ ചെറിയ പ്രായത്തില് ഒരു 6-7 വയസ്സുള്ള സ്റ്റേജ് കയറണം. അന്നുകൂടെ അങ്ങനെയുള്ള ഒരു സ്റ്റേജ് ഇതാണ്. പേടിയൊന്നുമില്ല, എന്നാലും ഫസ്റ്റ് ടൈം ഒന്ന് ഇതുണ്ടാവും, പിന്നെ കുഴപ്പമുണ്ടാവില്ല. പിന്നെ കുഴപ്പമൊന്നും ഉണ്ടാവില്ല. അമ്മക്ക് എങ്ങനെയാ നാട്ടിലൊക്കെ? നാട്ടില് എല്ലാവരും ചോദിക്കും. പിന്നെ കുറെ ആൾക്കാര് അറിയാലോ പുറമേലോട്ട് പോകുമ്പോ ചോദിക്കാറൊക്കെ ഉണ്ട് എല്ലാരും. ഫാമിലിയിലെ ഒരു താരകുടുംബാണല്ലേ? ഡാൻസ് കളിക്കുമായിരുന്നു ചെറുപ്പത്തില്. വീട്ടിൽ വെച്ച് ഞാന് അടുക്കളയിൽ നിന്ന് പുറത്തിറങ്ങാത്ത ആളായിരുന്നു. ഇവിടെ വന്നു കഴിഞ്ഞപ്പോ അച്ഛൻ പാട്ടൊക്കെ പാടും. അത് എനിക്ക് ഇങ്ങനെ പഠിപ്പിച്ചു പെറ്റിയൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു. അതിന് വെച്ച് പഠിപ്പിച്ച് തന്നിട്ട് ഞാൻ ഓരോ ഇതിൽ കയറി പാടും. പ്രൈസൊക്കെ കിട്ടും പാട്ട് പാടുമ്പോ. ആണോ? നമുക്ക് എന്നാ ഒരു പാട്ട് കേട്ടാലോ? ഒരു പാട്ടങ്ങ് പാടിക്കും. വരച്ചാലും കുരിശ് വരച്ചാലും കൊണ്ടിട്ട് നിസ്കരിച്ചാലും കാണുന്നതും ഒന്ന്
കേൾക്കുന്നതും ഒന്ന് കരുണാമയനാം ദൈവമൊന്ന് ദൈവമൊന്ന് ദൈവമൊന്ന്. സൂപ്പറായിട്ട് വരുന്നുണ്ട്. ഈ അമ്മമ്മ ഇവിടെ വന്നേ പിന്നെയാണ് പാട്ടിലേക്കൊക്കെ ഇങ്ങനെ പാടാൻ കോൺസെൻട്രേറ്റ് ചെയ്ത് തുടങ്ങിയത് അല്ലെ? എനിക്കറിയാം പാട്ടൊക്കെ പാടും, പെരക്കകത്തൊക്കെ ഇരുന്നൊക്കെ അകത്തൊക്കെ ഇരുന്നൊക്കെ പാടുള്ളൂ. ഇങ്ങനെ പുറത്തോട്ട് പൊതുരംഗത്തൊന്നും എനിക്കിങ്ങനെ പേടിയായിരുന്നു എന്നൊക്കെ. ഇവിടെ കല്യാണം കഴിഞ്ഞ് വന്ന് പിന്നെ അച്ഛൻ പാട്ട് പാടുന്നതൊക്കെയാണ്. അപ്പൊ അങ്ങനെ ഇരുന്ന് പാട്ട് ബുക്കൊക്കെ മേടിച്ചിരുന്ന് പാട്ട് പാടി പാടി കുറെ നാള് കഴിഞ്ഞപ്പോഴേക്കും പിന്നെ എനിക്ക് പാടണം എന്നൊക്കെ. എവിടെ പാട്ട് കേട്ടാലും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. തെറ്റിയാലും കൊള്ളാം, തെറ്റിയില്ലെങ്കിലും കൊള്ളാം, ഞാൻ കയറി പാടുമല്ലേ? ഇപ്പോ ഈ അടുത്ത് വൈറലായതില് മറ്റേ നമ്മുടെ സ്റ്റാറ്റസ് ഇടാൻ പഠിപ്പിക്കുന്ന വീഡിയോ, അത് ഈഗിൾ ഗെയിമിങ് എടുത്ത് റിയാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലെ? എന്താ തോന്നിയപ്പോ? അത് എന്റെ കൂട്ടുകാരനാണ് കാണിച്ചത്. ഞാൻ വർക്കിനായിരുന്നു കുറെ മെസ്സേജ് നടന്നു. ഞാനത് നോക്കി എടുത്ത് നോക്കിയപ്പോ ഒന്നും കാണുന്നില്ല. അപ്പൊ ഞാൻ സ്ക്രീൻ റെക്കോർഡ് ചെയ്ത് കഴിച്ചു തന്നു. അപ്പോഴാണ് ഞാൻ കാണുന്നത് ഈ സാധനം, അല്ലെങ്കിൽ അറിയില്ല. എന്നിട്ട് പിന്നെ കുറെ എന്നിട്ടാണ് ഇൻസ്റ്റാഗ്രാമിൽ കുറെ കൊളാബൊക്കെ വന്നു. എന്നിട്ട് വേറെ ആൾക്കാരൊക്കെ ഇട്ട് ഇതാക്കിയാണ്. ഞാനും ഷെയർ ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. ഇവിടെ ഇരുന്ന് കണ്ടപ്പോ ഇവിടെ ഞാൻ യൂട്യൂബ് ഷെയർ ചെയ്ത് തന്നു. ഞാൻ ഫോട്ടോ ഒക്കെ എടുത്ത് അയച്ചു കൊടുത്തുട്ടോ. നമുക്കും അഭിമാനമാണല്ലോ നമ്മുടെ ഒരു ഫ്രണ്ട് ഇങ്ങനെയൊക്കെ വലിയ നിലയിലെത്താന്ന് പറയുന്നത്.